ശ്രീനാരായണ ഗുരുരാധ്യ ശിവലിംഗാര്യ മധ്യമാ ശ്രീബുദ്ധാനന്ദ പര്യന്ത വന്ദേ ഗുരുപരമ്പരാം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനരെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ 98ാമത് മഹാസമാധിയുടെ ഭാഗമായാണ്. ശ്രീനാരായണ ഗുരുവിന്റെ നിർമ്മാണങ്ങളാൽ നമുക്ക് ലഭിച്ച ശിവഗിരി തീർത്ഥാടനം അല്ലെങ്കിൽ അറിവിന്റെ തീർത്ഥാടനം എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാനിന്നിവിടെ പ്രസംഗിക്കാൻ പോകുന്നത്. തീർത്ഥാടനം എന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും പൊതുവെ സുപരിചിതമാണ്. ഏതെങ്കിലും ഒരു തീർത്ഥസ്ഥാനത്തേക്കുള്ള അഥവാ പുണ്യകേന്ദ്രത്തിലേക്കുള്ള യാത്ര എന്ന അർത്ഥത്തിലുള്ളതാണ് ഈ പരിചയം. ഏതൊരു പുണ്യകേന്ദ്രത്തിലേക്കുള്ള യാത്രയും തീർത്ഥാടനമാണ്. ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ആകെ ശുദ്ധി കൈവരുത്തുക എന്നതാണ് പൊതുവെ തീർത്ഥാടനങ്ങളുടെ ലക്ഷ്യം. ശിവഗിരി തീർത്ഥാടനത്തെ കുറിച്ച് പറയുമ്പോൾ നാം തീർച്ചയായും ഓർക്കേണ്ടതാണ് കോട്ടയം ജില്ലയിലെ നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രം. നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്ര മുറ്റത്തെ തേന്മാവിൻ ചുവട്ടിലിരുന്നുകൊണ്ടാണ് ഗുരു ശിവഗിരി തീർത്ഥാടനത്തിന് അനുഗ്രഹാനുഭവം. മഹാഗുരുവിനെ കോട്ടയത്തെത്തുമ്പോഴെല്ലാം വിശ്രമിക്കാൻ തിരഞ്ഞെടുത്തിരുന്ന സ്ഥലമായിരുന്നു നാഗമ്പടം. നാഗമ്പടത്തെ തേന്മാവിൻ ചുവട്ടിൽ ഒരിക്കൽ ഗുരുതൃപാദങ്ങൾ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വല്ലംശ്ശേരി ഗോവിന്ദൻ വൈദ്യരും മായയിൽ ടി.കെ. കിറ്റൻ റൈറ്ററും ഗുരുവിന്റെ അടുക്കൽ എത്തുകയും എന്തോ ഒരു ആവശ്യം ഉന്നയിക്കാനെന്ന വണ്ണം ഇത്തിരി വിറയലോടുകൂടി നിൽക്കുകയും ചെയ്തു. അവർക്ക് എന്തോ പറയാനുണ്ട് എന്ന് മനസ്സിലാക്കിയ ഗുരു എന്താണ് കാര്യമെന്ന് തിരക്കിയപ്പോൾ അവർ പതുങ്ങിയ സ്വരത്തിൽ ശിവഗിരി തീർത്ഥാടനം എന്ന് പറഞ്ഞു. തീർത്ഥാടനം എന്ന് കേട്ടപ്പോഴേ ഗുരു പറഞ്ഞു, കൊള്ളാം, നമ്മുടെ കുഴൽ വെള്ളത്തിൽ കുളിക്കാം, ശരണാദേവിയെ വന്ദിക്കുകയും ചെയ്യാം. കൽപ്പനയുണ്ടായാൽ കേരളത്തിലെ 20 ലക്ഷം ഈഴവരും മറ്റധകൃതരും ശിവഗിരി പുണ്യസ്ഥലമായി സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമെന്ന് വൈദ്യർ പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, വിശ്വാസമുണ്ടെങ്കിൽ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് തീർത്ഥാടനത്തിന് വേണ്ടുന്ന കുറച്ചു കാര്യങ്ങൾ ഗുരു അവരോടായി കൽപ്പന നൽകി. അവർ രണ്ടുപേരും കൽപ്പന സ്വീകരിക്കുകയും അവ കേട്ട് പിന്നീട് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യാം എന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം ഗുരു ഇപ്രകാരം പറഞ്ഞു, തീർത്ഥാടകർ ശിവഗിരിയിൽ വന്നുകൂടുന്നത് യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പിനായിക്കൊള്ളട്ടെ, അതായത് ജനുവരി 1-ാം തീയതി. നാം ഓർക്കണം, നാം ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ജനുവരി 1 ബ്രിട്ടീഷുകാർ ഇവിടെ വന്നെത്തിയതിനു ശേഷം നമുക്ക് അവരുടെ ഒരു വർഷാരംഭത്തെ നാം സ്വീകരിക്കുകയും പിന്നീട് പുതുവർഷം ജനുവരി 1 മാറുകയും ചെയ്യുമെന്ന് മഹാഗുരു മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ജനുവരി 1-ാം തീയതി നമുക്ക് ശിവഗിരി തീർത്ഥാടനത്തിന് അവിടെ എത്തിച്ചേരാൻ സാധിക്കും എന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം ഗുരു ഇപ്രകാരം പറഞ്ഞു, വെള്ളവസ്ത്രം ഗൃഹസ്ഥന്മാരുടേത്, കാഷായം സന്യാസിമാർക്ക്, കറുത്ത തുണിയും കരിമ്പടവും ശബരിമലക്കാർക്ക്, എങ്കിൽ ശിവഗിരി തീർത്ഥാടകർക്ക് മഞ്ഞ വസ്ത്രമായി കൊള്ളട്ടെ. ഉപയോഗത്തിലിരിക്കുന്ന വെള്ളവസ്ത്രം മഞ്ഞളിൽ മുക്കി ഉപയോഗിച്ചിട്ട് പിന്നീട് അത് അലക്കി തെളിച്ചെടുത്താൽ മതി. യാത്ര ആർഭാടരഹിതമായിരിക്കണം എന്നും കൂടി ഗുരു കൂട്ടിച്ചേർത്തു. അതിനുശേഷം ഗുരു പറഞ്ഞു, തീർത്ഥാടകർ ശിവഗിരിയിൽ വരുമ്പോൾ പഞ്ചശുദ്ധിയോടുകൂടി തന്നെ അനുഷ്ഠിച്ചിരിക്കണം. എന്താണ് ഈ പഞ്ചശുദ്ധി? ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി. ഈ പഞ്ചശുദ്ധികൾ പാലിച്ച് ശിവഗിരിയിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുളിയും കഴിഞ്ഞ് അവിടെ ചുറ്റി നടന്ന് കണ്ട് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി ആളുകൾ വീടുകളിൽ തിരിച്ചു പോകുന്നത് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു തീർത്ഥാടനത്തിനും ഒരു ഉദ്ദേശം വേണം, ഒരു ലക്ഷ്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് തീർത്ഥാടന ലക്ഷ്യങ്ങളായി 8 ലക്ഷ്യങ്ങളെയാണ് ഗുരു മുമ്പോട്ട് വെച്ചത്. ആ 8 ലക്ഷ്യങ്ങൾ ഇപ്രകാരമാണ്: വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക പരിശീലനം. ഈ 8 ലക്ഷ്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഏതൊരു തീർത്ഥാടകനും ശിവഗിരി കുന്നിലേക്ക് ആ ശാരദാദേവിയെ വന്ദിക്കാൻ, ആ മഹാഗുരുവിന്റെ മഹാസമാധി മണ്ഡപത്തിൽ വന്ദിക്കാൻ പോകുമ്പോൾ ഈ 8 ലക്ഷ്യങ്ങളെ ജീവിതവൃത്തമായി എടുത്തുകൊണ്ട് നാം അവിടെ അനുഷ്ഠിക്കേണ്ടതുണ്ട് എന്നുള്ള തത്വം കൂടിയാണ് ഗുരു നമുക്ക് ഇതിലൂടെ പകർന്നു തരുന്നത്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ശിവഗിരി തീർത്ഥാടനത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തുമ്പോൾ, ശിവഗിരി തീർത്ഥാടനങ്ങൾ നടത്തുമ്പോൾ ഇവയെല്ലാം നമ്മുടെ ജീവിതവൃത്തമായി എടുത്തുകൊണ്ട് വേണം നമ്മൾ അവിടെ പോകേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, വല്ലംശ്ശേരി ഗോവിന്ദൻ വൈദ്യരും മാലയിൽ ടി.കെ. കിറ്റൻ റൈറ്ററും ഉൾപ്പെടെ 4 പേർ നാഗമ്പടത്ത് നിന്ന് ശിവഗിരിക്ക് പോയെങ്കിലും ഇലവന്തിട്ടയിൽ നിന്നും പോയ 5-അംഗ സംഘമാണ് ആദ്യം ശിവഗിരിയിൽ എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ അവർ ആദ്യത്തെ തീർത്ഥാടകരായി മാറി. അന്നവർ പോകുന്ന വഴിയിലെല്ലാം
5 മഞ്ഞക്കിളികൾ പോകുന്നു എന്ന് പറഞ്ഞ് ആളുകൾ അവരെ കൂകി വിളിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തു. ഇവയെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവർ ആ ശിവഗിരി കുന്നിലേക്ക് എത്തിച്ചേർന്നത്. പക്ഷേ ഇന്ന് ശിവഗിരി ലക്ഷങ്ങൾ തേടിയെത്തുന്ന ഒരു പുണ്യഭൂമിയാണ്. തന്റെ മഹാസമാധി മണ്ഡപം ആ പുണ്യഭൂമിയിലായിരിക്കുമെന്ന് മുൻകൂട്ടി കണ്ട ഗുരു തന്നെ ജനുവരി 1-ാം തീയതി എല്ലാ ഭക്തജനങ്ങളും ആ ശിവഗിരി കുന്നിലേക്ക് എത്തിച്ചേരുമെന്ന് മഹാഗുരു വിശ്വസിച്ചിരുന്നു. വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരോട് അന്ന് ഗുരു ഇപ്രകാരം പറഞ്ഞു: നാം എന്നും അവിടെ ഉണ്ടായിക്കൊള്ളും. എന്നും അവിടെ കുടികൊള്ളുന്ന ആ മഹാഗുരുവിനെ, ആ ശാരദാദേവിയെ അറിവിന്റെ തീർത്ഥാടനത്തിലൂടെ, വിദ്യാഭ്യാസ പുരോഗതിയിലൂടെ, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും പ്രാപ്തരായി വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടാണ് ഇന്നും അവിടേക്ക് ജനലക്ഷങ്ങൾ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ ശിവഗിരി തീർത്ഥാടനത്തെ അതിന്റെ അതിമഹത്തായ, പാവനമായ, പുണ്യമായ ആ ഒരു അന്തരീക്ഷത്തെ മനസ്സിൽ വഹിച്ചുകൊണ്ട് വേണം ഇനിയുള്ള തീർത്ഥാടനങ്ങൾ നമുക്ക് മുമ്പിൽ കാണേണ്ടതും പോകേണ്ടതും. അത്തരത്തിൽ നല്ല ഒരു പുതിയ ചിന്തയുടെ, പുതിയ മാറ്റത്തിന്റെ ആ ഒരു വലിയ വെളിച്ചമായി മാറാൻ ശിവഗിരി തീർത്ഥാടനത്തെ നമ്മുടെ ജീവിതത്തിൽ ഒരു നിഷ്ഠയെന്നോളം നമുക്ക് അനുഷ്ഠിക്കാം. എല്ലാവർക്കും ശ്രീനാരായണ ഗുരുവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ച അഭിരാമിക്ക് ശാഖാ